say hydrogen. Hydrogen. So one chamber it is having oxygen, and another chamber it is having hydrogen. Now there is a passage. ഈ പാസേജിലൂടെ ഹൈഡ്രജൻ ഇങ്ങോട്ടേ പോകും. ഇവിടെ നോക്കുക, ഇവിടെ കോൺസെൻട്രേഷൻ ചേംബർ എയിൽ ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ചേംബർ ബിയിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. സോ ഹൈഡ്രജൻ ഈ ട്യൂബിൽ കൂടെ രണ്ടാമത്തെ ചേംബറിലേക്ക്, ചേംബർ ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഓക്സിജൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഓക്സിജൻ തിരിച്ച് ഇങ്ങോട്ട് പോകും. സോ ദിസ് ഈസ് ഓക്സിജന്റെ എം ഡോട്ട് ഓഫ് ടു. This one it is m dot h2. ഈ ഡിഫ്യൂഷൻ റേറ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ, അതായത് അങ്ങോട്ട് പോകുന്നതും ലെഫ്റ്റ് സൈഡിലേക്ക്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുന്നതും ഡിഫ്യൂഷൻ റേറ്റ് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയും ഇക്വിമോളാർ കൗണ്ടർ ഡിഫ്യൂഷൻ എന്ന് പറയും. ഇക്വിമോളാർ നമ്പർ ഓഫ് മോൾസ്, രണ്ട് ഹൈഡ്രജൻ ആറ്റം അങ്ങോട്ട് പോവുകയാണെങ്കിൽ തിരിച്ച് രണ്ട് ഓക്സിജൻ ആറ്റം ഇങ്ങോട്ട് വരും. ദാറ്റ് ഇസ് ഇക്വിമോളാർ കൗണ്ടർ ഡിഫ്യൂഷൻ എന്ന് പറയും. ഓർ വി ക്യാൻ സേ NA is equal to minus NB. മൈനസ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ആണ്. NA is nothing but m dot A by A ആണ്. That's equal to minus m dot B by A ആണ്. ഓക്കെ, അത് മാസ് ഡിഫ്യൂഷൻ ആണ്, മാസ് ഫ്ലക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതിനെയാണ് പറയുന്നത് ഇക്വിമോളാർ കൗണ്ടർ ഡിഫ്യൂഷൻ. വെൻ, അതിന്റെ ഡെഫിനിഷൻ ആണ്, വെൻ two components in a mixture of A and B, two components of a mixture A and B diffuse at the same rate, ഇത് സെയിം റേറ്റിലാണ് രണ്ട് സെല്ലിലേക്ക് പോകുന്നത്. ഡിഫ്യൂസ് അറ്റ് ദ സെയിം റേറ്റ് ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, പക്ഷേ ഓപ്പോസിറ്റ് ആണ്. Then the phenomena it is known as equimolar counter diffusion or equimolar diffusion. Equimolar diffusion. Okay, next നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, in a equimolar counter diffusion, diffusion coefficients are same. diffusion coefficient നമുക്കറിയാം DAB, അത് എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നതും DBA എന്ന് വെച്ചാൽ ബിയിൽ നിന്ന് എയിലേക്ക് വരുന്നത്, that is equal to D. So in equimolar counter diffusion the diffusion coefficients are same എന്നുള്ളതിന്റെ പ്രൂഫാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. For equimolar diffusion the diffusion coefficient DAB or the diffusion gas component A into gas component B is equal to the diffusion coefficient of DBA, that is diffusion of gas component B into the gas component A. Simply equal to equimolar counter diffusion. This is ഇതാണ് ചെയ്യാൻ പോകുന്നത്. DAB is equal to DBA is equal to D. That is in equimolar counter diffusion.
ഓക്കെ, ഈ ഡെഫിനിഷനിൽ നമ്മുടെ സ്റ്റാർട്ട് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫിക്സ് ലോ ആണ്. ഫിക്സ് ലോ അനുസരിച്ച് NA is equal to minus DAB into A into DCA by DX. That is for the diffusion of A into B. Then diffusion of B into A. So A എന്ന് വെച്ചാൽ say oxygen, B എന്ന് വെച്ചാൽ say hydrogen. ഓക്കെ, സെക്കൻഡ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്, നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു റീഅറേഞ്ച്മെന്റ് ചെയ്യുകയാണ്. റീഅറേഞ്ച്മെന്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇതാണ്, ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം. അതായത് മോളാർ ടേംസിൽ എടുക്കുകയാണ്. നമ്പർ ഓഫ് ഒരു യൂണിറ്റ് വോളിയം എടുക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വോളിയം എത്ര നമ്പർ ഓഫ് മോൾസ്, number of moles divided by the volume. V is the volume. So that is concentration. So concentration is equal to N by V. So oxygen anengil, the oxygen anengil, number of molecules of oxygen divided by the volume. That is the concentration of a species A. Okay, so C, concentration is equal to N by V. N by V. Okay, again നമ്മൾ ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് നമുക്കറിയാം PV is equal to N into RU into T. PV is equal to N into R into T. Also you have studied PV is equal to MRT. രണ്ട് എക്സ്പ്രഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പി വി സിക്കലി MRT, പി വി സിക്കലി N into RU into T. ഇവിടെ RU എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇവിടെ R എന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ്. അതാണ് ഡിഫറൻസ്. രണ്ടാമത്തെ ഡിഫറൻസ് വെച്ചാൽ N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ഇവിടെ M എന്ന് വെച്ചാൽ മാസ് ആണ്. മാസാണ്. N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ്, M എന്ന് വെച്ചാൽ മാസ് ആണ്. ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അത് ഓരോ ഗ്യാസിനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓക്സിജന്റെ ആറും നൈട്രജന്റെ ആറും ഡിഫറെൻ്റ് ആണ്. എയർ എടുത്തു കഴിഞ്ഞാൽ സോ ഇറ്റ് യു ഹാവ് അനദർ R. So RO2, RN2, then R air. It will be different. പക്ഷേ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഇറ്റ് വിൽ ബി ദ സെയിം ഫോർ ഓൾ ഗ്യാസസ്. 314 അങ്ങനെ ഒരു വാല്യൂ ആണ് വരുന്നത്. സോ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഇറ്റ് ഈസ് സെയിം. ഇത് രണ്ടും നമ്മൾ റിലേറ്റ് ചെയ്യാം. റിലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് V is equal to MRT എന്നാണ്. ആർട്ടിഫിഷ്യൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ദെൻ എമ്മിന് പകരം മാസ് M is equal to നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലർ വെയിറ്റ് ആണ്. മാസ് M is equal to number of moles, N is number of moles into molecular weight. അപ്പം ഒരു ഗ്യാസ് കണ്ടെയ്നർ എടുത്തു കഴിഞ്ഞാൽ സോ വി ഹാവ് 4 in number of moles. അതേപോലെ ഓരോ മോളിക്കുലർ വെയിറ്റ് ആണ്. സോ N is the number of moles into its molecular weight, that is mass. സോ ഇവിടെ മാസിന് പകരം N into M എന്ന് എഴുതാം. ഇനി ആറും യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് റിലേറ്റ് ചെയ്താൽ R is equal to RU by M എന്നാണ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ബൈ മോളിക്കുലർ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ്. സോ 8314 divided by the molecular weight of a particular oxygen ആണെങ്കിൽ oxygen അല്ലെങ്കിൽ nitrogen, then you will get R. So R and RU are related by R is equal to RU by M. So this is equal to RU by M into T. ഇതിൽ M cancel ചെയ്യാം. So we can cancel M and M. So this is equal to N into RU into
T എന്ന് വരും. PV is equal to N into R into T. PV is equal to N into R into T. അപ്പം നമുക്കിവിടെ വേണമെന്ന് വെച്ചാൽ N by V ആണ്. N by V. N by V നെ P by R into T എന്ന് എഴുതാൻ സാധിക്കും. N by V ആണെന്നുണ്ടെങ്കിൽ so the V here is equal to P by R into T. R into T left hand side. Okay. So V denominator പോയി R into T left hand side. So P into R into T. So P by R into T. P A എന്ന് വെച്ചാൽ partial pressure of wave species A ആയതുകൊണ്ട് P A എന്ന് എടുക്കും. P by R into T. Okay. So that is this expression concentration. Concentration is equal to P by R into T. So concentration C is equal to P by RU into T. അപ്പോൾ അത് സ്പീഷീസ് എ ആയതുകൊണ്ടാണ് സി എന്നും പി എന്നും ആഡ് ചെയ്യുന്നത്. സോ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ വരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ അതായത് ഡി സി എക്ക് പകരം ഈ സി എക്ക് പകരം പി ബൈ ആർ ഇൻറ്റു ടി എന്ന് എടുക്കുന്നു. അപ്പം അതിൽ ആർ ഇൻറ്റു ടി ഇസ് എ കോൺസ്റ്റന്റ്. യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്. ആർ ഇൻറ്റു ടി ഇസ് എ കോൺസ്റ്റന്റ്. യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്. ദെൻ അപ്പോൾ ബാക്കി വരുന്നത് ഡി പി എ ബൈ ഡി എക്സ് ഉണ്ട്. അതേപോലെ തന്നെ എൻ ബി ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബി എ ഇൻറ്റു എ ഇൻറ്റു ആർ ഇൻറ്റു ടി ബൈ ഡി പി ബൈ ഡി എക്സ്. ഇനി നമുക്കറിയാം എൻ എ ഇക്വൽ കണ്ട ഡിഫറൻഷ്യൽ എൻ എ ഇസ് ഈക്വൽ ടു മൈനസ് എൻ ബി. അപ്പോൾ എൻ എയുടെ എക്സ്പ്രഷൻ അതാണ്. ദിസ് എക്സ്പ്രഷൻ എൻ ബിയുടെ എക്സ്പ്രഷനാണ്. സോ വി ആർ പുട്ടിങ് മൈനസ് ഡി എ ബി. ഈ ഒരു എക്സ്പ്രഷൻ തന്നെയാണ് ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. മൈനസ് ഡി എ ബി എ ബൈ ആർ ഇൻറ്റു ടി ഡി പി എ ബൈ ഡി എക്സ്. ദിസ് ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഡി ബി എ ഇൻറ്റു എ ബൈ ആർ ഇൻറ്റു ടി ഇൻറ്റു ഡി പി ബൈ ഡി എക്സ്. ഓക്കെ, നമ്മുടെ ഡെറിവേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. Then we have to prove that dPA by dx is equal to dP by dx. കാരണം അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം രണ്ട് ടേം ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതല്ല dPA by dx അതിൽ നിന്ന് അൾട്ടിമേറ്റ്ലി വിൽ ഗെറ്റ് മൈനസ് ഡി എ ബി is equal to മൈനസ് പ്ലസ് ഡി എ ബി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എക്സ്പ്രഷൻ ആണ് P is equal to PA plus P. കാരണം ഇത് നോക്കി കഴിഞ്ഞാൽ അറിയാം ടോട്ടൽ പ്രഷർ സെയിം തന്നെയാണ്. ഇപ്പോൾ പാർഷ്യൽ പ്രഷർ എന്ന് വെച്ചാൽ ഈ പി O2, ദിസ് ഇസ് PN2. അപ്പം ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ സോ PA1 ഇങ്ങോട്ട് കുറഞ്ഞു വരുന്നു. ദെൻ നൈട്രജൻ ആണെങ്കിൽ ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. സോ ഇറ്റ് വിൽ ഡിക്രീസ് ലൈക്ക് ദിസ്. ടോട്ടൽ പ്രഷർ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ദ സെയിം. ടോട്ടൽ പ്രഷർ സെയിം തന്നെയാണ്. Total pressure it be same. That is total pressure P is equal to PA plus PB within the system PB. Okay, അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. So total pressure is equal to PA plus PB. So dP by dx is equal to dPA by dx plus dP by dx. Then ഈ pressure dP അത് constant ആയതുകൊണ്ട് its derivative it is 0. So dP by dx this term it is equal to 0. Pressure constant, so അതുകൊണ്ട് that is equal to 0. So we can write dP by dx is equal to minus dP by dx. So ഈ ഒരു എക്സ്പ്രഷനിൽ we are putting that dP by dx ന് പകരം so we can put this as dP by dx. So there is minus of minus plus. അങ്ങനെ ആകുമ്പോൾ dP by dx cancel ചെയ്യാം, dP by dx cancel ചെയ്യാം. So what's remaining is DAB equal to DBA. There is diffusion coefficient are same, that's equal to D. So adana finally paraya. So in a equivalent diffusion DAB is equal to DBA is equal to D. So in the proof chodikka prove that in an equivalent counter diffusion coefficient DAB is equal to DBA is equal to D. അപ്പം അതിൻ്റെ സ്റ്റാർട്ട് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ ആണ്. അത് സ്പീഷീസ് എക്കും സ്പീഷീസ് ബിക്കും എഴുതുക. ദെൻ വരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ
Substitution chale, it is from PV is equal to N into R into T. അതിൽ N by V ക്ക് N by V is equal to E by R into T എന്ന് എഴുതുന്നു. ഇതിൽ R into T ഒരു കോൺസ്റ്റന്റ് ആണ്, കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ഒക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ R into T കോൺസ്റ്റന്റ് ആണ്. So it can be taken out. So the remaining is dPA or dP by dx. അതിനുശേഷം നമ്മുടെ ഇക്വിമോളർ കൗണ്ടർ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് Na is equal to minus Nb. So we are substituting. Then we are showing that dPA by dx that is equal to dP by dx. Okay, അതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്തിരിക്കുന്നത്. സോ വി ആർ പ്രൂവിംഗ് ദാറ്റ് dP by dx is dP by dx. അത് പ്രൂഫിന് വേണ്ടിയിട്ട് ഇത് ടോട്ടൽ പ്രഷർ is equal to summation of the partial pressures. Okay, അത് സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ we can see that so dP by dx ഇവിടെ രണ്ട് ക്യാൻസൽ ചെയ്യാം, ഇതും ക്യാൻസൽ ചെയ്യാം. സോ we can get dA by dVA is equal to D. Okay, I hope this is clear. എന്തെങ്കിലും സംശയം ഉണ്ടോ? This is a equimolar counter diffusion. Watson. Yes, sir. Clear ആണോ? Yes. ഓക്കെ, എന്തായാലും ഡെറിവേഷൻ ഞാൻ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇതിൽ ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നത് വാട്ട് ഇസ് ഇക്വിമോളാർ കൗണ്ടർ ഡിഫ്യൂഷൻ, അത് ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കാം. ദെൻ ദ പ്രൂഫ് ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് DAB is equal to DBA is equal to D എന്നുള്ള പ്രൂഫ് കൂടെ ചോദിക്കാം. That is diffusion coefficients of the diffusing fluids, both the fluids are the same in a counter, that is equimolar counter diffusion. ഒന്ന് ആർക്കും സംശയം ഒന്നുണ്ടെങ്കിൽ ഇപ്പം വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടോ? No, sir. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. നമ്പേഴ്സ് ഒന്ന് പറഞ്ഞോളൂ. നമ്പർ 1 1%, sir. 2 2%, sir. 3 absent. 4 4%, sir. 5 8%, sir. 6 absent. 7 7%, sir. 8 8%, sir. 9 9%, sir. 10 Percent, sir. 11 absent. 12 12%, sir. 13 13%, sir. 11%. 14 13 14 15 16 16%. 17 17. 18 Present, sir. 19 Present, sir. 20 Present, sir. 21 Present, sir. 22 Percent, sir. 23 Present, sir. 24 25 Percent, sir. 26 Percent, sir. 27 27%. 28 absent. 30 absent. 31 Present, sir. 21. 30. Sir, 29%. 28 ആണ്. 29 അല്ലേ? 31 Sir, 30%. 32 22%, sir. 33 Present, sir. 33 34 34 34. 35 absent. 36 Percent, sir. 37 Percent, sir. 38 Present, sir. 39 Present, sir. 40 Present, sir. 41 41. 42 42. 43 43. 44 44. 45. 46 46. 47 47. 48 48. 49 49. 50 50. 51 51. 52 52. 52.
53, 54, 54. 55, 55%, sir. 56, 57. 57. Okay, 58. 58 absent. 59. 58%, sir. Okay, 59. 59%, sir. 60. 61. 60 absent. 61. 60. 63. 63%. 64. 64%. 65. 65%, sir. 66. 66. 67. 67. 68. 68. 69. 9. Absent. 70. 70. 71. 71. 72. 72. 73. 73. 74. Okay. Absent is number 28. Sir, 28%. 35. 60%. 35. 35. 60 and 60%. 60 and 69. Okay, absent is 35 and 69. Okay, thank you.